തലമറയ്ക്കാതെ വൈനും കുടിച്ച് തെണ്ടുന്ന പെണ്ണ് ഉത്തമ സമുദായത്തിലെ പെൺമക്കളല്ല. തലമറയ്ക്കാതെ കല്യാണപ്പുരയിൽ ചെന്ന് വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്ന പെൺമക്കൾ ഏത് ഇസ്ലാമിന്റെ വാപ്പാന്റെ മക്കളാണെങ്കിലും ഉത്തമ സമുദായത്തോട് ചേർക്കപ്പെടാൻ അവകാശമില്ലാത്തവളാ. പകലന്തിയോളം കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി സങ്കടപ്പെട്ടിട്ടും അവസാനം കൂടെ പഠിക്കുന്നവന്റെ മോഹവലയത്തിൽപ്പെട്ട് പെറ്റുമാനെയും വാപ്പാനെയും അപമാനിക്കുന്നവർ ഉത്തമ സമുദായത്തിലെ പെൺമക്കളാണെന്ന് ആരാ ഉമ്മത്തെ ഈ സമുദായത്തെ പഠിപ്പിച്ചത്? അവരല്ല ഉത്തമ സമുദായത്തിലെ പെൺമക്കൾ. ഉത്തമ സമുദായത്തിലെ പെൺമക്കളെ കാണണമെങ്കിൽ അവരെ മാന്യതയുള്ള ദീനീ ചിട്ടയുള്ള കുടുംബങ്ങളുടെ അകങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ മതിയാവും. അത്തരത്തിലുള്ള പെൺമക്കൾക്ക് കൃത്യമായൊരു ലക്ഷ്യബോധം ഉണ്ടാകും. ജീവിതത്തിന്റെ ഇബാദത്തുകളിൽ, അവരുടെ വസ്ത്രവിധാനങ്ങളിൽ, അവരുടെ സംസാരങ്ങളിൽ, അവരിടപെടുന്ന ഏത് രംഗത്തും ആ ഉത്തമ സമുദായത്തിലെ പെൺമക്കളുടെ ഐഡന്റിറ്റി അവരുടെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരിടപെടുന്ന മേഖലകൾ അറിവുകൾ തിരിച്ചറിവുകളാക്കും. MBBS-ഉം MBA-യും തേടി നാടിൽ കൊള്ള ലാഭമെടുക്കുന്ന ഒരു കശാപ്പ് ശാലയിലെ ഡോക്ടറെയല്ല, തന്റെ മുൻപിൽ വന്നിരിക്കുന്ന സാധുക്കളെ പരിഗണിക്കുകയും ഉമ്മാന്റെ കൈപിടിച്ച് ആശ്വാസ വാക്കുകളും പറയുന്ന പല ഡോക്ടർമാരുടെയും മുഖത്ത് നോക്കി നമ്മൾ പറയാറില്ലേ, സൂക്കേട് മാറിയിട്ടില്ലെങ്കിലും ആ പെൺകുട്ടിന്റെ ഒരു ചോദ്യം, അവളുടെ ഒരു കൈപിടിച്ച സലാം പറച്ചിലും മതി മനസ്സിനൊരു കുളിര് വരാൻ എന്ന് പറയുന്ന പെൺമക്കളുണ്ട്. കുടുംബത്തിന്റെ കാവലാളാവുന്നവർ, രക്ഷിതാക്കൾക്ക് തണൽ കൊടുക്കുന്നവർ, ഈ മതത്തെ പറയിപ്പിക്കാത്തവർ, ദീനെന്ന ഇസ്ലാമിനെ നെഞ്ചോട് ചേർത്ത് തന്റെ ഇതര സഹപ്രവർത്തകർക്ക് പോലും മാതൃകയാകുന്ന പെൺകുട്ടികൾ